പത്തരമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാഗേന്ദ്രൻ ഡേവിഡ് ഒരുക്കിയ കെണിയിൽ നവ്യ പെട്ടുപോയിരിക്കുകയാണ്. ഡേവിഡ് ഉണ്ടാക്കിയ വ്യാജ DNA റിപ്പോർട്ട് വിശ്വസിച്ച് അഭി നിരപരാധിയാണെന്നും തൻ്റെ കുടുംബം തന്നെ ചതിക്കുകയാണെന്നും ഉറപ്പിക്കുന്ന നവ്യ ആദർശിനെയും നയനയും എല്ലാം ശത്രുക്കളായി കാണുകയാണ്. അങ്ങനെ ജ്വല്ലറിയിലെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ആദർശം മാളവികയും ചേർന്ന് ചില തന്ത്രങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്ര അഭിയോട് താനാണ് അഭിയുടെ അച്ഛനെന്ന സത്യം തുറന്നു പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അനന്തപുരിയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നും അനന്തപുരിയെ മൂർത്തി ജ്വല്ലറിയെ ഇല്ലാതാക്കുകയാണ് തൻ്റെ ഉദ്ദേശമെന്നും തൻ്റെ സ്വത്തുക്കളെല്ലാം അഭിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും നാഗേന്ദ്രൻ പറയുന്നുണ്ട്. ഇനി ഒന്നുകൊണ്ട് പേടിക്കാനില്ല, തൻ്റെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ് അഭി. ആ സമയം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ചന്തുമോൾ നിന്റെ മകളാണെന്ന കാര്യം എനിക്കറിയാം, പക്ഷേ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നിന്റെ സ്വത്തിൽ ചന്തുമോൾക്കും അവളുടെ അമ്മയ്ക്കും യാതൊരു അവകാശവുമില്ല. അനന്തപുരിയുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയതിനു ശേഷം ആ നവ്യ എന്ന് പറയുന്നവളെ നീ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നാഗേന്ദ്രൻ. ആ സമയം അഭി പറയുന്നുണ്ട്, നവ്യ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, പിന്നെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ ഒഴിവാക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അഭി. അങ്ങനെ ചിരഞ്ജീവി അഭിയും അവന്തികയും നാഗേന്ദ്രൻ കൈകോർക്കുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ വലിയ രീതിയിൽ തന്നെ പദ്ധതികൾ ഒരുക്കുകയാണ്. ഇനി അനന്തപുരിയിലെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ നാഗേന്ദ്രന്റെ കൂടെ നിൽക്കുകയാണ് നല്ലതെന്ന് ജലജി ഉറപ്പിക്കുന്നുണ്ട്. നവ്യ ഒഴിവാക്കുന്ന കാര്യം നാഗേന്ദ്രൻ പറഞ്ഞപ്പോൾ ജലജയ്ക്കും വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ വലിയൊരു കെണിയൊരുക്കി ആദർശിനെ നയനയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കി തനിക്ക് ആ സ്ഥാനം നേടിയെടുക്കണമെന്ന് ജലജ തീരുമാനിക്കുകയാണ്. ജലജ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അവന്തിക നാഗേന്ദ്രനുമായി ചേർന്ന് മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. അഭിയാണെങ്കിൽ ജ്വല്ലറി വർക്ക് ചെയ്തുകൊണ്ട് മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനഘയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണ്. അനഘ പതുക്കെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം നയന ചിന്തിക്കുന്നുണ്ട്, നവ്യ എങ്ങനെയെങ്കിലും സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നവ്യയുടെ ഭർത്താവായ അഭി ഇനിയും തുടരുന്നത് നവ്യയ്ക്ക് അപകടമാണ്. അതുമാത്രമല്ല അനന്തപുരി ഓരോ ദിവസം കഴിയുന്തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും നവ്യ സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്ന് ചിന്തിക്കുകയാണ് നയന. അങ്ങനെ നയന നവ്യയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, നവ്യേച്ചി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, നവ്യേച്ചി എൻ്റെ കൂടെ വരണം എന്നൊക്കെ നയന പറയുന്ന സമയത്ത് എന്താ കാര്യം, എങ്ങോട്ടാണ് എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. അതെല്ലാം അവിടെ എത്തിയിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യയും കൂടി നയന അനഘയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അനഘയെ കണ്ടത് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം നയനെ, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനഘയുടെ ഇടറിയ വാക്കുകൾ കേട്ട് നവ്യ ആകെ സ്തംഭിച്ചു പോയി. അങ്ങനെ അനഘ കരഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം നവ്യയോട് തുറന്നു പറയുകയാണ്. അഭി വലിയൊരു ചതിയനാണെന്നും തന്നെ അടക്കം ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചതാണെന്നും ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്ന സത്യവും അനഘ വെളിപ്പെടുത്തുകയാണ്. ഡേവിഡ് നവ്യയ്ക്ക് നൽകിയ DNA റിപ്പോർട്ട് വെറും കള്ളമാണെന്നും അങ്ങനെ ഒറിജിനൽ DNA റിപ്പോർട്ട് അനഘ നവ്യയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അനഘ പറഞ്ഞ ഓരോ വാക്കുകളും നവ്യയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. താൻ ഇത്രയും കാലം വിശ്വസിച്ചതെല്ലാം തെറ്റാണെന്ന് നവ്യ സങ്കടത്തോടു കൂടി തിരിച്ചറിയുകയാണ്. താൻ ഇത്രയും കാലം സ്നേഹിച്ചത് ഒരു കൊടും ചതിയനാണെന്ന തിരിച്ചറിവ് നവ്യ മാനസികമായി തകർക്കുകയാണ്. ഇത്രയും കാലം ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ സംശയിച്ചതിൽ നവ്യയെ തന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. അങ്ങനെ നവ്യ സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ആ പൊട്ടിക്കരച്ചിലിന് പിന്നാലെ നവ്യയുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രതികാര ബുദ്ധി ഉദിക്കുകയാണ്. അങ്ങനെ അഭിയോട് കടുത്ത രീതിയിൽ തന്നെ പക നവ്യയ്ക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ആദർശിന്റെ നയനയുടെയും കൂടെ കൂടി അഭിക്കും ജലജയ്ക്ക് എതിരായി കളിക്കാൻ വേണ്ടി നവ്യ ഉറച്ച തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ഒരുക്കിയ ജ്വല്ലറിയുടെ പ്രൗഢഗംഭീരമായ ലോഞ്ചിങ് നടക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിൽ തന്നെയുള്ള ആഘോഷം നടക്കുകയാണ്. എന്നാൽ ആ ആഘോഷത്തിനിടയിൽ നാഗേന്ദ്രനെ തേടി പോലീസും ആദർശും അങ്ങോട്ട് വരികയാണ്. ആദർശിന്റെ കൂടെ പോലീസുകാരെ കണ്ടപ്പോൾ തന്നെ നാഗേന്ദ്രന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം ഉദിച്ചു. അങ്ങനെ ജ്വല്ലറിയിലെ സ്വർണമെല്ലാം സ്വർണമല്ലെന്നും ജ്വല്ലറിയുടെ മറവിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ആദർശ് എല്ലാവരും മുന്നിൽ തെളിയിച്ചു. അങ്ങനെ മാളവിക ജ്വല്ലറിയിൽ നടന്ന തിരിമറികളുടെ തെളിവുകളെല്ലാം പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സമയം നാഗേന്ദ്രനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവുകയാണ്. താൻ ഇത്രയും കാലം വിശ്വസിച്ച മാളവിക എന്ന് പറയുന്നവർ മൂർത്തി ജ്വല്ലറി ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി ഏൽപ്പിച്ച കാര്യമാണെന്ന് നാഗേന്ദ്രൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ ഡേവിഡ് അവിടെ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാരുടെ പിടിയിൽ രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ നവ്യയുടെ പക അവിടെയും തീർന്നില്ല. തന്നെ ഇത്രയും കാലം സ്നേഹം അഭിനയിച്ച് ശ്രമിച്ച അഭിയെ കാരണത്തടിച്ചുകൊണ്ട് നവ്യ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യമോളുടെ തീരുമാനം എന്തായാലും ഈ മുത്തശ്ശൻ അത് അംഗീകരിക്കും. അഭിയെ അവൻ്റെ അമ്മയെ ഇവിടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ പോലൊരു ചതിയനെ ഇനി ഈ തറവാട്ടിൽ ആവശ്യമില്ല. നിന്നെ ഇനി ഭർത്താവായി എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല.
ജലജി അവന്തിക്ക് ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ചതിയന്മാരെല്ലാം പുറത്തായതോടുകൂടി അനന്തപുരി തറവാട്ടിൽ വീണ്ടും ഐശ്വര്യവും സമാധാനവും വരാൻ തുടങ്ങി. അതേസമയം അവന്തികയാണെങ്കിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയായിരുന്നു. തൻ്റെ അച്ഛനായ നാഗേന്ദ്രൻ തന്നോട് ഒട്ടും സ്നേഹമില്ലെന്നും അനന്തപുരിയെ തകർക്കാൻ വേണ്ടി തന്നെ ഒരു ഉപകരണമാക്കുകയാണെന്ന സത്യം അവന്തിക മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവന്തിക സങ്കടത്തോടു കൂടി താൻ തെറ്റ് ചെയ്തെന്നു ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നും നയനിയുടെ ആദർശനോട് ഏറ്റു പറയുന്നുണ്ട്. അവന്തികയിലെ ഈ മാറ്റം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് നവീനെയായിരുന്നു. അവന്തികയുമായി വിവാഹത്തിന് സമ്മതമില്ലാതിരുന്ന നവീൻ അവന്തികയിലെ മാറ്റം കണ്ട് പിന്നീട് വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നവീൻ അവന്തികയുടെ കഴുത്തിൽ താലി ചാർത്തുകയാണ്. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ പിന്നീട് സന്തോഷത്തിന്റെ നാളുകളാണ്.